ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നോളജ് ബഡ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരുന്ന PSC, SSC, RRB എക്സാമുകളെല്ലാം ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സാണിത്. നമ്മൾ പറയാൻ പോകുന്നത് 2019 പ്രധാന അവാർഡുകളെ കുറിച്ചാണ്. ഇത് ഒരു ഓഡിയോ ക്ലാസ്സാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ? ഒന്നാമത്തെ ചോദ്യമാണ്, ക്രൊയേഷ്യയുടെ ഗ്രാൻഡ് ഓർഡർ കിങ് തോമിസ്ലാവ് അവാർഡ്, അതുപോലെ ബൊളീവിയയുടെ ഓർഡർ ഓഫ് ദി കോണ്ടർ ഓഫ് ദി ആൻസ്, അതുപോലെ ഗിനിയുടെ നാഷണൽ ഓർഡർ ഓഫ് മെറിറ്റ്. ഈ 3 അവാർഡും ഇത് 3 ചോദ്യമാണ്. പക്ഷേ ഇത് കിട്ടിയിരിക്കുന്നത് ഒരു വ്യക്തിക്കാണ്. അതായത് ക്രൊയേഷ്യയുടെ സിവിലിയൻ ബഹുമതി, അതുപോലെ ബൊളീവിയയുടെ സിവിലിയൻ ബഹുമതി, ഗിനിയുടെ സിവിലിയൻ ബഹുമതി കിട്ടിയിരിക്കുന്നത് നമ്മുടെ രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദിനാണ്. അടുത്ത ചോദ്യമാണ്, മാലിദ്വീപിൻ്റെ ഓർഡർ ഓഫ് ദി ഡിസ്റ്റിങ്യൂഷ്ഡ്, അതുപോലെ റൂൾ ഓഫ് ബിൽ ആൻഡ് മിലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ്റെ ഗ്ലോബൽ ഗോൾ കീപ്പർ അവാർഡ്, അടുത്തത് UAEയുടെ ഓർഡർ ഓഫ് സായേദ്, അടുത്തത് റഷ്യയുടെ ഓർഡർ ഓഫ് സെൻറ്റ് ആൻഡ്രൂ ദി അപ്പോസ്റ്റൽ അവാർഡ്, അടുത്തത് വേൾഡ് മാർക്കറ്റിംഗ് സമ്മിറ്റിൻ്റെ ആദ്യത്തെ ഫിലിപ്പ് കോട്ട്ലർ പ്രസിഡൻഷ്യൽ അവാർഡ്, സിയോൾ പീസ് പ്രൈസ്, UN ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് 2018, സ്റ്റേറ്റ് ഓഫ് പാലസ്തീൻ്റെ ഗ്രാൻഡ് കോളർ ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് പാലസ്തീൻ്റെ അവാർഡ്, അഫ്ഗാനിസ്ഥാൻ്റെ അമീർ അബ്ദുള്ള ഖാൻ അവാർഡ്, സൗദി അറേബ്യയുടെ കിങ് അബ്ദുല്ലസീസ് സാഷ് അവാർഡ്, അതുപോലെ ബഹ്റിൻ്റെ കിങ് ഹമാദ് ഓർഡർ ഓഫ് ദി റിനൈസൻസ്. ഈ അവാർഡുകളെല്ലാം ലഭിച്ചിരിക്കുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്ററായ നരേന്ദ്രമോദിക്കാണ്. ഈ അവാർഡുകളെല്ലാം നിങ്ങൾക്ക് ഓർക്കാം നമ്മുടെ നരേന്ദ്രമോദിയുടെ പേരിൽ. അടുത്തത് 2019 പീസ് നോബൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? 2019 പീസ് നോബൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? ഇതിനുള്ള ഉത്തരമാണ് എത്യോപ്യയുടെ പ്രധാനമന്ത്രിയായ ആബി അഹമ്മദ് അലി. അടുത്തത് പ്രിൻസിക്കർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? പ്രിൻസിക്കർ പ്രൈസ് ആണ് നോബൽ പ്രൈസ് ഇൻ ആർക്കിടെക്ചർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് ലഭിച്ചിരിക്കുന്നത് ജപ്പാനീസ് ആർക്കിടെക്റ്റായ അറ്റാറ്റ ഇസോസാക്കിക്കാണ്. ജപ്പാനീസ് ആർക്കിടെക്റ്റായ അറ്റാറ്റ ഇസോസാക്കി. അടുത്ത ചോദ്യമാണ്, നോബൽ പ്രൈസ് ഫോർ മാത്തമാറ്റിക്സ് എന്നറിയപ്പെടുന്ന ഏബേൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? ഇത് ലഭിച്ചത് കാരൻ ഹെലൻബർഗിനാണ് ഏബേൽ പ്രൈസ് ലഭിച്ചത്. അവർ യുണൈറ്റഡ് കിങ്ഡത്തിലെ മാത്തമാറ്റീഷ്യനാണ്. അടുത്ത ചോദ്യം, ട്യൂണിംഗ് അവാർഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് നോബൽ പ്രൈസ് ഫോർ കമ്പ്യൂട്ടിംഗ് എന്നാണ്. ഇത് ലഭിച്ചത് യോഷുവ ബെഞ്ചിയോ, ജോഫ്രി ഹിൻറ്റൺ, യാൻലി കുൻ എന്നിവർക്കാണ്. അടുത്തത് 2019 മിസ് വേൾഡ് ആരായിരുന്നു? 2019 മിസ് വേൾഡ് ടോണി ആൻസിങ് ആയിരുന്നു. ടോണി ആൻസിങ് ജമൈക്കക്കാരിയാണ്. അടുത്തത് മിസ് യൂണിവേഴ്സ് ആരായിരുന്നു? മിസ് യൂണിവേഴ്സ് ആയിരുന്നത് സോസിബിനി തുൻസി ആയിരുന്നു. അവർ സൗത്ത് ആഫ്രിക്കക്കാരിയാണ്. അടുത്തത് മിസ് എർത്ത് പട്ടം ലഭിച്ചത് ആർക്കായിരുന്നു? മിസ് എർത്ത് പട്ടം ലഭിച്ചിരുന്നത് നെല്ലിസ് പൈമൽട്ടൺ ആണ്. അവർ പ്യൂട്ടോറിക്കക്കാരിയാണ്. അടുത്ത ചോദ്യം, മിസ് ഇന്ത്യ പട്ടം ലഭിച്ചത് ആർക്കായിരുന്നു? മിസ് ഇന്ത്യ പട്ടം ലഭിച്ചത് സുമൻ റാവുവിനാണ്. ഭാരതരത്ന 2019 ലഭിച്ചത് ആർക്ക്? ഭാരതരത്ന 2019 ലഭിച്ചത് ആർക്ക്? ഇതിനുള്ള ഉത്തരമാണ് പ്രണബ് മുഖർജി, നമ്മുടെ ഫോർമർ പ്രസിഡന്റ് ആയിരുന്ന ഈ അടുത്ത കാലത്ത് മരിച്ച പ്രണബ് മുഖർജി, അതുപോലെ ഭൂപൻ ഹസാരിക, നാനാജി ദേശ്മുഖ് എന്നിവരാണ് 2019 ഭാരതരത്നയ്ക്ക് അർഹരായത്. അടുത്തത് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ചത് ആർക്ക്? രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ചത് ആർക്ക്? ഇതിനുള്ള ആൻസറാണ് ദിബ മാലിക്, അതുപോലെ ബജ്രംഗ് പൂനിയ. ഈ അടുത്ത കാലത്ത്
രോഹിത് ശർമ്മയ്ക്ക് രാജീവ് ഗാന്ധി ഖേൽരത്ന ലഭിച്ചിട്ടുണ്ട്. അടുത്തത് 2018 അർജുന അവാർഡ് ലഭിച്ചത് ആർക്ക്? 2018 അർജുന അവാർഡ് ലഭിച്ചത് രോഹൻ ബൊപ്പണ്ണ, അതുപോലെ സ്മൃതി മന്ദാന. അടുത്ത ചോദ്യമാണ്, ബുക്കർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? ബുക്കർ പ്രൈസ് ലഭിച്ചത് മാർഗ്രറ്റ് ആറ്റ്വുഡിനാണ്. ദ ടെസ്റ്റിമെന്റ്സ് എന്ന ബുക്കിനാണ് അവർക്ക് ബുക്കർ പ്രൈസ് ലഭിച്ചത്. അതുപോലെ ബെർണീഡിയൻ അവറിസ്റ്റോ എന്നിവർക്കും ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. ഗേൾ, വിമൻ, അതർ എന്ന ബുക്കിനാണ് അവർക്ക് ബുക്കർ പ്രൈസ് ലഭിച്ചത്. അടുത്ത ചോദ്യമാണ്, മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? ഇതിനുള്ള ഉത്തരമാണ് ജോഗ അൽ ഹാർത്തി. അവരുടെ സെലീഷ്യൽ ബോഡീസ് എന്ന ബുക്കിനാണ് മാൻ ബുക്കർ പ്രൈസ് ഇന്റർനാഷണൽ പ്രൈസ് ലഭിച്ചത്. 2018 ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2018 ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത് അമിതാഭ് ഘോഷിനാണ്. അത് 54ാമത്തെ ജ്ഞാനപീഠം അവാർഡാണ്. അടുത്ത ചോദ്യമാണ്, 2019 ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഇതിനുള്ള ഉത്തരമാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അത് 55ാമത്തെ ജ്ഞാനപീഠം അവാർഡാണ്. ഏറ്റവും ഒടുവിലായി ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അടുത്ത ചോദ്യം, വ്യാസ് സമ്മാൻ 2018 ലഭിച്ചത് ആർക്ക്? വ്യാസ് സമ്മാൻ 2018 ലഭിച്ചത് ആർക്ക്? ഇതിനുള്ള ഉത്തരമാണ് ലീലാധർ ജഗുഡി. അദ്ദേഹത്തിൻ്റെ ജിത്നെ ലോക് ഉത്നെ പ്രേം എന്ന കൃതിക്കാണ് വ്യാസ് സമ്മാൻ 2018 ലഭിച്ചത്. അടുത്ത ചോദ്യം, 2019 വ്യാസ് സമ്മാൻ ലഭിച്ചത് ആർക്ക്? 2019 വ്യാസ് സമ്മാൻ ലഭിച്ചത് ആർക്ക്? ഇതിനുള്ള ഉത്തരമാണ് നസീറ ശർമ്മ. കാഗസ് കി നാവ് എന്ന കൃതിക്കാണ് നസീറ ശർമ്മയ്ക്ക് 2019 വ്യാസ് സമ്മാൻ ലഭിച്ചത്. അടുത്ത ചോദ്യം, രവീന്ദ്രനാഥ ടാഗോർ ലിറ്റററി പ്രൈസ് 2019 ആർക്കാണ് ലഭിച്ചത്? രവീന്ദ്രനാഥ ടാഗോർ ലിറ്റററി പ്രൈസ് 2019 ലഭിച്ചത് ആർക്ക്? ഇതിനുള്ള ഉത്തരമാണ് റാണ ദാസ് ഗുപ്ത. അദ്ദേഹത്തിൻ്റെ സോളോ എന്ന കൃതിക്കാണ് ഈ അവാർഡ് ലഭിച്ചത്. അടുത്ത ചോദ്യമാണ്, വിൻറ്റം ക്യാബേൽ പ്രൈസ്, അതായത് അമേരിക്കൻ ലിറ്ററേച്ചറിൽ നൽകുന്ന വിൻറ്റം ക്യാബേൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? ഇതിനുള്ള ഉത്തരമാണ് രഘു കർണാട്. അദ്ദേഹത്തിൻ്റെ ഫാർത്തസ്റ്റ് ഫീൽഡ് ആൻഡ് ഇന്ത്യൻ സ്റ്റോറി ഓഫ് ദി സെക്കൻഡ് വേൾഡ് വാർ എന്ന രചനയ്ക്കാണ് ഈ അവാർഡ് ലഭിച്ചത്. അടുത്ത ചോദ്യമാണ്, ഓസ്ട്രേലിയയുടെ വിക്ടോറിയൻ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ലഭിച്ചത് ആർക്കാണ്? ഓസ്ട്രേലിയയുടെ വിക്ടോറിയൻ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ലഭിച്ചത് ആർക്കാണ്? ഇതിനുള്ള ഉത്തരമാണ് ബെഹ്റൌച്ച് ബുച്ചാനി. അദ്ദേഹം ഇറാൻകാരനാണ്. നോ ഫ്രണ്ട് ബട്ട് ദ മൗണ്ടെയ്ൻസ് എന്ന രചനയ്ക്കാണ് ഈ അവാർഡ് ലഭിച്ചത്. അടുത്ത ചോദ്യം, 2018 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ്? 2018 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ്? ഇതിനുള്ള ഉത്തരമാണ് കെ ശിവ റെഡ്ഡി. അദ്ദേഹത്തിൻ്റെ പക്കാക്കി OTG ലൈറ്റ് എന്ന രചനയ്ക്കാണ് സരസ്വതി സമ്മാൻ ലഭിച്ചത്. അടുത്ത ചോദ്യമാണ്, 9 ഡോട്ട്സ് പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? 9 ഡോട്ട്സ് പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? ഇതിനുള്ള ഉത്തരമാണ് ആനി സൈദി. ആനി സൈദിയുടെ എസ്സേ ആയ ബ്രെഡ്, സിമൻ, കാക്ടസ് എന്നതിനാണ് 9 ഡോട്ട്സ് പ്രൈസ് ലഭിച്ചത്. അടുത്ത ചോദ്യമാണ്, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് ആർക്ക്? ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് ആർക്ക്? ഇതിനുള്ള ഉത്തരമാണ് അമിതാഭ് ബച്ചൻ. അടുത്ത ചോദ്യം, യുനെസ്കോയുടെ പീസ് പ്രൈസ് ലഭിച്ചത് ആർക്ക്? യുനെസ്കോയുടെ പീസ് പ്രൈസ് ലഭിച്ചത് ആർക്ക്? ഉത്തരം ആബി അഹമ്മദ് അലി. അടുത്ത ചോദ്യമാണ്, ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് ലഭിച്ചത് ആർക്ക്? ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് ലഭിച്ചത് ആർക്ക്? ഉത്തരം ഡേവിഡ് ആറ്റൻസ്ബ്രോ.
അടുത്ത ചോദ്യം, സയന്റിഫിക് റിസർച്ചിനായുള്ള KK ബിർള ഫൗണ്ടേഷന്റെ JD ബിർള അവാർഡ് ലഭിച്ചത് ആർക്ക്? സയന്റിഫിക് റിസർച്ചിനായുള്ള KK ബിർള ഫൗണ്ടേഷന്റെ JD ബിർള അവാർഡ് ലഭിച്ചത് ആർക്ക്? ഉത്തരം രാജീവ് വർഷ്ണോയ്. അടുത്ത ചോദ്യം, ചമേലി ദേവി ജെയിൻ അവാർഡ് ലഭിച്ചത് ആർക്ക്? ചമേലി ദേവി ജെയിൻ അവാർഡ് ലഭിച്ചതാർക്ക്? ഇത് ഔട്ട്സ്റ്റാൻഡിംഗ് വിമൻ മീഡിയ പേഴ്സൺ ആണ് ലഭിക്കുന്നത്. ഇത് ലഭിച്ചത് പ്രിയങ്ക ദുബേക്കാണ്. അടുത്ത ചോദ്യം, ആദ്യത്തെ അടൽ ബിഹാരി വാജ്പേയി ലൈഫ് ടൈം അവാർഡ് ലഭിച്ചത് ആർക്ക്? ആദ്യത്തെ അടൽ ബിഹാരി വാജ്പേയി ലൈഫ് ടൈം അവാർഡ് ലഭിച്ചത് ആർക്ക്? ഇതിനുള്ള ഉത്തരമാണ് ഗംഗാധാർലോക്. അദ്ദേഹം ഒരു ഫോക്ക് മ്യൂസീഷ്യൻ ആണ്. അടുത്തത്, ഇസ്രയേലിന്റെ ഡാൻ ഡേവിഡ് പ്രൈസ് ലഭിച്ചത് ആർക്ക്? ഇസ്രയേലിന്റെ ഡാൻ ഡേവിഡ് പ്രൈസ് ലഭിച്ചത് ആർക്ക്? ഉത്തരം സഞ്ജയ് സുബ്രഹ്മണ്യം. അടുത്ത ചോദ്യമാണ്, സ്പെയിനിന്റെ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് സിവിൽ മെറിറ്റ് ലഭിച്ചത് ആർക്ക്? സ്പെയിനിന്റെ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് സിവിൽ മെറിറ്റ് ലഭിച്ചത് ആർക്ക്? ഇത് സുഷമ സ്വരാജിനാണ് ലഭിച്ചത്. അടുത്ത ചോദ്യമാണ്, നാലാമത്തെ കർണോട്ട് പ്രൈസ് ലഭിച്ചത് ആർക്ക്? നാലാമത്തെ കർണോട്ട് പ്രൈസ് ലഭിച്ചത് ആർക്ക്? ഇതിനുള്ള ഉത്തരമാണ് പീയൂഷ് ഗോയൽ. അടുത്ത ചോദ്യമാണ്, പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡ് ലഭിച്ചത് ആർക്ക്? പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡ് ലഭിച്ചത് ആർക്ക്? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര ജോഷി. അടുത്ത ചോദ്യമാണ്, ഗ്ലോബൽ ലീഡർഷിപ്പ് അവാർഡ് ലഭിച്ചത് ആർക്ക്? ഗ്ലോബൽ ലീഡർഷിപ്പ് അവാർഡ് ലഭിച്ചത് ആർക്ക്? ഉത്തരമാണ് സുന്ദർ പിച്ചായ്. അതുപോലെ ആഡ്ന ഫ്രെഡ്മാൻ. അടുത്ത ചോദ്യമാണ്, ഗ്ലോബൽ ഏഷ്യൻ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത് ആർക്ക്? ഗ്ലോബൽ ഏഷ്യൻ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത് ആർക്ക്? ഉത്തരം ഡോക്ടർ ഹേമ ദിവാകർ. അടുത്ത ചോദ്യമാണ്, ഫ്രാൻസിന്റെ നൈറ്റ് ഓഫ് ദി ലെജൻഡ് ഓഫ് ഓണർ ലഭിച്ചത് ആർക്ക്? ഫ്രാൻസിന്റെ നൈറ്റ് ഓഫ് ദി ലെജൻഡ് ഓഫ് ഓണർ ലഭിച്ചത് ആർക്ക്? ഉത്തരം AS കിരൺ കുമാർ. ഇദ്ദേഹം ഒരു ex-ISRO ചെയർമാനാണ്. അടുത്ത ചോദ്യം, ഗൗരി ലങ്കേഷ് നാഷണൽ അവാർഡ് ലഭിച്ചത് ആർക്ക്? അതുപോലെ രമൺ മാക്സസെ അവാർഡ് ലഭിച്ചത് ആർക്ക്? ഇത് രണ്ടും ലഭിച്ചത് രവീഷ് കുമാറിനാണ്. അടുത്ത ചോദ്യമാണ്, ഡാനി കെ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് ലഭിച്ചത് ആർക്ക്? ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡാനി കെ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് ലഭിച്ചത് ബോളിവുഡ് ആക്ട്രസ് പ്രിയങ്ക ചോപ്രയ്ക്കാണ്. ഇത്രയുമാണ് 2019 പ്രധാന അവാർഡുകൾ. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.